സൃഷ്ടിയുടെ സൗന്ദര്യം നാനാത്വത്തിലാണെന്ന് സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി. 2 ദിവസങ്ങളിലായുള്ള ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവത്തിൽ പങ്കെടുക്കാനും അമ്മയുടെ ദർശന പുണ്യം നുകരാനും ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഉത്സവ നഗരിയിലേക്ക് ഒഴുകിയെത്തിയത്. കോഴിക്കോടിനെ ഭക്തിസാന്ദ്രമാക്കിയ ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവത്തിന് അമ്മയുടെ ഇന്നത്തെ ദർശനത്തിന് ശേഷം സമാപനമാകും. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ പാദസ്പർശത്താൽ ആത്മീയ നിർവൃതിയിലാണ് കോഴിക്കോടിന്റെ മണ്ണ്. ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവത്തിനെത്തിയ അമ്മയെ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെയാണ് പൗരപ്രമുഖർ സ്വീകരിച്ചത്. മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള, പ്രമുഖ വ്യവസായി ഗോകുലം ഗോപാലൻ, MLA-മാരായ K ജയൻ, പ്രവീൺ കുമാർ എന്നിവർ അമ്മയെ ഹാരാർപ്പണം ചെയ്തു. അമ്മയുടെ കാരുണ്യഹസ്തത്താൽ അമൃതശ്രീ സ്വയം സഹായ സംഘങ്ങൾക്കുള്ള വസ്ത്രവിതരണവും വേദിയിൽ നടന്നു. കോഴിക്കോട് അമൃതാനന്ദമയി മഠം പുറത്തിറക്കിയ അമൃതപ്രസാദം സുവനീർ ആചാര്യ MR രാജേഷ് ഹൈക്കോടതി ജഡ്ജി P ഗോപിനാഥിന് നൽകി പ്രകാശനം ചെയ്തു. സ്നേഹത്തിലൂന്നിയാണ് ഈ ലോകത്തിന്റെ നിലനിൽപ്പെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള അമ്മയുടെ അനുഗ്രഹ പ്രഭാഷണം ഭക്തമനസ്സുകൾക്ക് ശാന്തിയും സമാധാനവും പകർന്നു. സൃഷ്ടിയുടെ സൗന്ദര്യം നാനാത്വത്തിലാണെന്ന് അമ്മ പറഞ്ഞു. പ്രകൃതി മഹാശക്തിയാണ്. രക്ഷിക്കാൻ കഴിവുള്ളവന് ശിക്ഷിക്കാൻ കഴിവുണ്ടെന്നും നമ്മൾ മറക്കരുത്. ഇനി ക്ഷമിച്ചാൽ മക്കൾ നന്നാകില്ല എന്ന് പ്രകൃതി തുടങ്ങിയിരിക്കും. അതുകൊണ്ട് ഇനിയെങ്കിലും പ്രകൃതി മുന്നിൽ വിനയപൂർവ്വം നമ്മൾ സ്നേഹിക്കാനും ആരാധനിക്കാനും ശ്രമിക്കുക. സനാതന ധർമ്മത്തിൽ സൃഷ്ടിയും സൃഷ്ടാവും രണ്ടല്ല, നാനാത്വത്തിൽ ഏകത്വം കാണാനാണ് നമ്മളെ പഠിപ്പിച്ചത്. അമ്മയുടെ നേതൃത്വത്തിൽ നടന്ന ഭക്തിഗാനസ്തുതിയുടെ പ്രവാഹത്തിൽ ഭക്തലക്ഷങ്ങൾ ആനന്ദലഹരിയിലാണ്ടു. തുടർന്ന് അമ്മയ്ക്കായി മക്കളുടെ ഭക്തിനിർഭരമായ ആരതി. വർഷത്തിന് ശേഷം വീണ്ടും കോഴിക്കോടെത്തിയ അമ്മയെ ഒരു നോക്ക് കാണാനും അനുഗ്രഹത്തിനുമായി ആയിരങ്ങളാണ് വെള്ളിമാട് കുന്നിലെ ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. ഇന്നലെ രാത്രി അവസാന ഭക്തനും ദർശനമേകിയാണ് അമ്മ വിശ്രമത്തിനായി മടങ്ങിയത്. ദർശനം ഇന്നും തുടരും. ഇന്ന് പരിപാടികൾക്ക് സമാപനം കുറിക്കുന്നതോടെ അമ്മയുടെ കോഴിക്കോട് സന്ദർശനം പൂർത്തിയാകും. അമൃത ന്യൂസ്, കോഴിക്കോട്.